എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ഡിസംബർ 12 വിശുദ്ധ കുർബാനയിൽ അല്പസമയം മാത്രം പങ്കെടുത്ത് ദിവ്യകാരുണ്യ സ്വീകരണം നടത്തുക മാത്രമേ ഞാനിന്ന് ചെയ്തുള്ളൂ. ഓ ജീവിക്കുന്ന അപ്പമേ, അങ്ങാണ് എൻ്റെ ശക്തി കേന്ദ്രം. അങ്ങയെ സ്വീകരിക്കാത്ത ദിവസം കടന്നു പോകുവാൻ എനിക്ക് വളരെ പ്രയാസമായിരിക്കും. അങ്ങാണ് എൻ്റെ അഭയം. എൻ്റെ ഈശോയെ, അങ്ങയെ കൂടാതെ ജീവിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. എൻ്റെ സ്നേഹ ഈശോയെ, സൃഷ്ടാവും സൃഷ്ടിയും എന്ന അത്യഗാധമായ ഗർത്തം ഞങ്ങൾ തമ്മിലുണ്ടെങ്കിലും അവിടുന്ന് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഗ്രഹിക്കാൻ എനിക്കിടയാക്കി. ഈ ഗർത്തമുണ്ടെങ്കിലും അങ്ങേക്ക് തുല്യമായി കണ്ട് അങ്ങെന്നെ സ്നേഹിക്കുന്നു. കാരണം സ്നേഹം ഗർത്തത്തെ നികത്തുന്നു. അങ്ങ് തന്നെ എന്നിലേക്ക് ഇറങ്ങി വന്ന് അങ്ങയോട് ബന്ധപ്പെടാൻ എന്നെ പ്രാപ്തയാക്കുന്നു. ഞാൻ അങ്ങിൽ ആമഗ്നയാകുന്നു. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അങ്ങയിൽ ലയിക്കുന്നു. അങ്ങയുടെ സ്നേഹ കടാക്ഷത്താൽ എൻ്റെ ആത്മാവ് ശക്തിയും ബലവും പ്രാപിക്കുന്നു. അതിനെ അങ്ങ് സ്നേഹിക്കുന്നുവെന്നും പ്രത്യേകമായി സ്നേഹിക്കപ്പെടുന്നുവെന്നുമുള്ള അവബോധം അത് പ്രാപിക്കുകയും ചെയ്യുന്നു. അത്യുന്നതനായവൻ അതിനെ സംരക്ഷിക്കുന്നുവെന്ന് അതറിയുന്നു. ഇതുപോലുള്ള പ്രാർത്ഥന കുറച്ചു സമയത്തേക്ക് ഉള്ളുവെങ്കിലും ആത്മാവ് വളരെ ഉന്നതി പ്രാപിക്കുന്നു. കുറച്ചു സമയത്ത് ഉന്നത പദവിയിലുള്ള ഈ പ്രാർത്ഥനയിലൂടെ നീണ്ട മണിക്കൂറുകളുടെ സാധാരണ പ്രാർത്ഥനയെക്കാളും ആത്മാവ് പ്രകാശിതമാകുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ ആദ്യമായി പുറത്തിറങ്ങി സാനിറ്റോറിയത്തിൻ്റെ വരാന്തയിൽ വിശ്രമിച്ചു. സിസ്റ്റർ ഫെലീഷ്യ ഇന്നെന്നെ സന്ദർശിച്ച് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളും നല്ല കുറേ ആപ്പിളും കൊണ്ടുവന്നു തന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട മദർ സുപ്പീരിയറും പ്രിയ സഹോദരിമാരും അവരുടെ സ്നേഹാന്വേഷണങ്ങൾ എനിക്ക് കൊടുത്തുവിട്ടു. ഡിസംബർ 13 ഈശോയുടെ അടുക്കലുള്ള കുമ്പസാരം. കുമ്പസാരിച്ചിട്ട് 3 ആഴ്ചയിൽ കൂടുതലായല്ലോ എന്ന് ഞാൻ ഓർത്തു. ചില പ്രശ്നങ്ങളും ആത്മാവിൻ്റെ പാപാവസ്ഥയും കണ്ടപ്പോൾ ഞാൻ വിതുമ്പിക്കരഞ്ഞു. സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതിനാൽ എനിക്ക് കുമ്പസാരത്തിന് അണയാൻ സാധിച്ചിരുന്നില്ല. കുമ്പസാരത്തിൻ്റെ ദിവസം എഴുന്നേൽക്കുവാൻ പോലും സാധിക്കാത്ത വിധം ഞാൻ കട്ടിലിൽ കിടന്നുപോയി. അതിനടുത്ത ആഴ്ച കുമ്പസാരം ഉച്ച കഴിഞ്ഞായിരുന്നു. അന്ന് ഞാൻ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഫാദർ ആൻഡ്രാഷ് എൻ്റെ മുറിയിൽ വന്ന് കുമ്പസാരിപ്പിക്കുവാനായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു വാക്കുപോലും ഉരിയാടാതെയാണ് കുമ്പസാരം തുടങ്ങിയത്. കുമ്പസാരിക്കാൻ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയായിരുന്നതുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷിച്ചു. പതിവ് പോലെ എൻ്റെ ആത്മീയാവസ്ഥ ഞാൻ വെളിപ്പെടുത്തി. ഓരോ ചെറിയ കാര്യത്തിനു പോലും അച്ഛൻ എനിക്ക് മറുപടി തന്നു. ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അനായാസം തുറന്നു പറയാൻ സാധിച്ചതുകൊണ്ട് പതിവിൽ കവിഞ്ഞ ആനന്ദം എന്നിൽ നിറഞ്ഞു. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തിനിയ എനിക്ക് പ്രായശ്ചിത്തമായി അദ്ദേഹം നൽകി. ഈ ലുത്തിനിയ ചൊല്ലുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുവാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് എനിക്ക് പാപമോചനം നൽകി. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ രൂപം ഒരു വലിയ പ്രകാശത്തിൽ മറഞ്ഞു പോകുകയും അത് ഫാദർ ആൻഡ്രാഷ് അല്ലായിരുന്നു, ഈശോ തന്നെയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. അവിടുത്തെ വസ്ത്രങ്ങൾ തൂമഞ്ഞ് പോലെ ധവളമായിരുന്നു. ഉടനെ തന്നെ ഈശോ അപ്രത്യക്ഷനായി. ആദ്യം എനിക്കൊരു അസ്വസ്ഥത തോന്നി. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ വലിയൊരു സമാധാനം എൻ്റെ ആത്മാവിൽ നിറഞ്ഞു. സാധാരണ കുമ്പസാരക്കാരൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈശോയും കുമ്പസാരം ശ്രവിച്ചതെന്ന കാര്യം ഞാൻ പ്രത്യേകം അനുസ്മരിച്ചു. കൂടാതെ ഈ കുമ്പസാരത്തിൻ്റെ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ അത്ഭുതകരമായ ഒരു രൂപാന്തരീകരണം നടക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. എന്നാൽ ആദ്യം ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഡിസംബർ 16 ഇന്നത്തെ ദിവസം എൻ്റെ എല്ലാ പ്രാർത്ഥനകളും സഹനങ്ങളും റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി സമർപ്പിച്ചു. വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, ആ രാജ്യത്തെ ഇനിയും എനിക്ക് സഹിക്കുവാൻ സാധിക്കുകയില്ല. എൻ്റെ മകളെ, എൻ്റെ കരങ്ങളെ നീ ബന്ധിക്കരുത്. ദൈവപ്രീതി സമാർജിച്ച ആത്മാക്കളുടെ പ്രാർത്ഥനയില്ലായിരുന്നെങ്കിൽ ആ രാജ്യം പണ്ടേ ഒന്നുമില്ലാതായി തീരുമായിരുന്നു. ഓ, തൻ്റെ അതിർത്തികളിൽ നിന്ന് പോലും ദൈവത്തെ ആട്ടിപ്പായിച്ചിരിക്കുന്നു. ആ രാജ്യത്തിനു വേണ്ടി ഞാൻ എത്രമാത്രം സഹിക്കുന്നു. ഓ, ഒരിക്കലും വറ്റാത്ത കരുണയെ ഞങ്ങളുടെ മേൽ ഒഴുകിയിറങ്ങണമേ. അങ്ങയുടെ നന്മ സീമാതീതമാണല്ലോ. ദൈവമേ, എൻ്റെ ദുരവസ്ഥയുടെ പാരമ്യത്തിൽ അവിടുത്തെ കരുണയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. മാനുഷികവും അമാനുഷികവുമായ ബുദ്ധിക്ക് അത്ഭുതാവഹമായ അവിടുത്തെ കരുണ അതുല്യവും അളവറ്റതുമാണല്ലോ. ഇന്ന് രാവിലെ ഒരു പ്രത്യേക ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ കാവൽ മാലാഖ എന്നോട് ആവശ്യപ്പെട്ടു. ആ നിമിഷം മരണവേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയായിരുന്നു അതെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. എൻ്റെ പ്രാർത്ഥന ആർക്കെങ്കിലും ആവശ്യമായിട്ട് വരുമ്പോൾ പ്രത്യേകമായ വിധം ഈശോനാഥൻ എനിക്കത് വെളിപ്പെടുത്തി തരുമായിരുന്നു.
മരണവക്രത്തിലകപ്പെട്ടിരിക്കുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടിയാണെങ്കിൽ ഞാൻ പ്രത്യേകമായും അതറിഞ്ഞിരുന്നു. മുമ്പത്തേക്കാൾ കൂടുതലായി ഇപ്പോൾ ഇത് സംഭവിക്കാറുണ്ട്. ദൈവത്തിരുമനസ്സിനനുസൃതമായി ജീവിക്കുന്ന ഒരാത്മാവിൽ അവിടുന്ന് വളരെയധികം സംപ്രീതനാണെന്ന് ഈശോനാഥൻ എനിക്ക് മനസ്സിലാക്കിത്തന്നു. ഇതുവഴി ദൈവത്തിന് ഉന്നതമായ മഹത്വമാണ് ലഭിക്കുന്നത്. ദൈവം എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിലും എല്ലാം പൂർത്തിയാക്കിയതിൻ്റെ തന്നെ പ്രതിഫലം എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ ഗ്രഹിച്ചു. ഞാനത് ആരംഭിക്കാൻ തുടങ്ങിയപ്പോഴുള്ള നിയോഗത്തെയാണ് ദൈവം വിലമതിക്കുന്നത്. ഇന്ന് തന്നെ അങ്ങയുടെ അടുക്കിലേക്ക് അവിടുന്ന് എന്നെ തിരിച്ചു വിളിച്ചാലും ആ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുകയില്ല. കാരണം അവിടുന്ന് തന്നെയാണ് പ്രവർത്തകൻ. പോഷത്വം വരെ അങ്ങയെ സ്നേഹിക്കുക എന്ന് മാത്രമാണ് എൻ്റെ കർത്തവ്യം. കാരുണ്യവാരിധിയായ ദൈവത്തിൻ്റെ മുൻപിൽ എൻ്റെ എല്ലാ പ്രവൃത്തികളും ഒരു ചെറുതുള്ളിയേക്കാൾ ഒന്നുമല്ല. സ്നേഹമാണ് അതിന് യോഗ്യതയും അർത്ഥവും ശക്തിയും നൽകുന്നത്. ഉന്നതമായ ചക്രവാളങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ അവിടുന്ന് ഉയർത്തി. സ്നേഹം എല്ലാ കുറവുകളെയും പരിഹരിച്ച് പൂർണ്ണതയിലെത്തിക്കുന്നു.